സലീം, ഈ വിവാദങ്ങൾക്കിടയിലേക്ക് പുതിയൊരു പേര് കൂടി, അത് ഹൈദരാബാദ് സ്വദേശിയായ നാഗേഷിന്റെ പേര് കൂടി എത്തുകയാണ്. എന്താണ് ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള റോൾ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും നാഗേഷും തമ്മിലുള്ള ഇടപാടുകൾ എങ്ങനെയാണ് നടന്നത്? ഇയാളുടെ സ്ഥാപനത്തിലടക്കം ഈ സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. SIT തുടർ നീക്കം എങ്ങനെയാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് സലീം? ശ്രീജിത്ത്, ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് സജീവമായി വ്യാപിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ കേസിന്റെ മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം പോവുകയാണ്. ചെന്നൈയിലും ഒപ്പം തന്നെ ഹൈദരാബാദും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അതിനിടയിലാണ് ഇതുവരെ കേൾക്കാത്തൊരു പേര് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. മാത്രമല്ല, ആ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റിയോളം തന്നെ ഈ കവർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചയാൾ എന്നുള്ള നിലയിലാണ് പേര് പുറത്തു വരുന്നത്. അങ്ങനെ ഒരു വലിയ പേരുകാരൻ കൂടി ഇതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതാണ് ഹൈദരാബാദ് സ്വദേശിയായ നാഗേഷ്. ഈ നാഗേഷ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പേരുകാരൻ നാഗേഷാണ് എന്നിപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ശബരിമലയിൽ നിന്നുള്ള ശില്പപാളികൾ ഇവിടേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ്, ഈ പിന്നീട് മാറുന്നതിന് മുൻപ്, ചെമ്പുപാളിയായി മാറുന്നതിന് മുൻപ് യഥാർത്ഥ സ്വർണ്ണപ്പാളി ദിവസങ്ങളോളം സൂക്ഷിച്ചിരുന്നത് നാഗേഷിന്റെ സ്ഥാപനത്തിലാണ്. അവിടെ നിന്നാണ് ഹൈദരാബാദിലുള്ള ആ സ്ഥാപനത്തിൽ വെച്ചാണ് ഇത് ചെമ്പുപാളിയായി മാറുന്നത് എന്നുള്ളതാണ് നിലവിലുള്ള വിലയിരുത്തൽ. ശില്പപാളികളുടെ ഭാരത്തിൽ 4.5 കിലോയോളം വ്യത്യാസമാണ് ഇവിടെ വെച്ച് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനിടയിലാകാം തട്ടിപ്പ് നടന്നത് എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. നാഗേഷും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ആസൂത്രിതമായി ചെയ്ത ഒരു കുറ്റകൃത്യമാണ് ഇത് എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ. ആ നിലയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാഗേഷിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനും ചോദ്യം ചെയ്യാനുമുള്ള നീക്കമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുകയും ചെയ്യുന്നത്. ഇവിടെ നിന്നും, ഈ ഹൈദരാബാദിൽ നിന്നും ഒറിജിനൽ സ്വർണ്ണപ്പാളി, ശരിയായ സ്വർണ്ണപ്പാളി മാറ്റിയതിനു ശേഷം ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണപ്പാളിയാണ് ചെന്നൈയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതിന് വിശദമായ പരിശോധന ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണം ഹൈദരാബാദിലേക്ക് കൂടി കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ച ദേവസ്വം സ്മിത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കമുണ്ടാകുന്നത്. ദ്വാരപാലക ശില്പം തിരികെ കൊണ്ടുവന്നപ്പോൾ ഈ സ്മിത്ത് പരിശോധിച്ചില്ല എന്നുള്ളതാണ് നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യം. ഒപ്പം തന്നെ തട്ടിപ്പ് പുറത്തു വരാതിരിക്കാനുള്ള ശ്രമവും ഈ ദേവസ്വം സ്മിത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ നാഗേഷിന്റെ റോൾ ചെറുതല്ല. ഈ നാഗേഷ് ഇത് ഒറിജിനൽ സ്വർണം അടിച്ചുമാറ്റി എന്ന തരത്തിലാണോ, അതോ ചെന്നൈയിലേക്ക് എത്തിച്ചത് ഡ്യൂപ്ലിക്കേറ്റായ സ്വർണ്ണമാണ് എന്നുള്ള വിലയിരുത്തൽ കൂടി അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിലുണ്ട്. ഇത് കൈമാറ്റം ചെയ്യുന്നതിൽ നാഗേഷിന്റെ സഹായമുണ്ടായി എന്നാണോ, അതോ നാഗേഷ് ഇത് സ്വന്തമാക്കി എന്ന നിലയിലാണോ അന്വേഷണ സംഘത്തിന്റെ സംശയം പോകുന്നത് സലീം? ശ്രീജിത്ത്, അന്വേഷണ സംഘത്തിന് അക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും ശരി, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം തന്നെ അതേ നിലയിൽ പ്രവർത്തിച്ചയാൾ എന്നുള്ളതാണ് നാഗേഷിന്റെ പേരിന് ഇപ്പോഴുള്ള പ്രത്യേകത. ഇത് ഒന്നുകിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നാഗേഷും ചേർന്ന് ഈ സ്വർണം കൈക്കലാക്കുകയായിരുന്നു. അതിനുവേണ്ടി അവിടെ വെച്ച് 4.5 കിലോയോളം ഭാരം കുറയ്ക്കുക ആയിരുന്നു. ഈ സ്വർണം 4.5 കിലോയോളം തട്ടിയെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കച്ചവടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് വിലയിരുത്തൽ. അതിന് നാഗേഷിനെ കണ്ടെത്തുകയും അതിന് പിന്നാലെ ചോദ്യം ചെയ്യുകയും വേണം. നിലവിൽ എന്തായാലും ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ്. അത് വിശ്വാസത്തിന്റെ പേരിലാണോ, ആ വിഗ്രഹം സൂക്ഷിക്കാൻ വേണ്ടിയാണോ, അതല്ല ഈ സ്വർണ്ണപ്പാളി സൂക്ഷിക്കാൻ വേണ്ടിയാണോ, അതിനും അപ്പുറത്തേക്ക് ഇത് കച്ചവടം ചെയ്ത് കൈമാറ്റം ചെയ്യാനാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും നാഗേഷും തമ്മിലുള്ള ഇതിന് മുൻപുള്ള ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. നിർണായകമായൊരു വിവരം ഇത് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത്. അതിന് പിന്നാലെയാണ് നാഗേഷിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴിയെടുത്ത് സാക്ഷിയാക്കാനുള്ള നീക്കവും അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു. റിജിത്ത്, സലീം, മറ്റൊന്ന് ഇന്ന് SITയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം, അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലുള്ള SITയുടെ പരിശോധനയാണ്. നേരത്തെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലടക്കം ഇതിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ പോയത്. പക്ഷേ ആദ്യഘട്ട പ്രതിപട്ടിക വന്ന ഘട്ടത്തിലൊന്നും പ്രതിപട്ടികയിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസ് വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് SITയുടെ ഭാഗത്തുനിന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന ഉണ്ടാവുന്നത് സലീം? രജിത്ത്, സ്മാർട്ട് ക്രിയേഷൻസ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്. ഈ ആദ്യ ദിവസം മുതൽ തന്നെ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടന്നിരുന്നു. അത് ആദ്യമല്ല, ഈ പുതിയ പേരായി നാഗേഷ് വരുന്നത് മാത്രമാണ് ആദ്യം. അതിനു മുൻപ് തന്നെ ദേവസ്വം വിജിലൻസിന്റെ തന്നെ കണ്ടെത്തലിൽ സ്മാർട്ട് ക്രിയേഷൻസിനും അതിന്റെ ഉടമയ്ക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ നിർണായകമായ റോളുണ്ട് എന്ന് കണ്ടെത്തിയതാണ്. കാരണം അവിടേക്ക് എത്തിച്ചത് ചെമ്പുപാളിയാണ് എന്ന് ഈ ഉടമ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഈ വിവാദം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സ്വർണ്ണപ്പാളി സ്മാർട്ട് ക്രിയേഷൻ
ക്രിയേഷൻസിലേക്ക് എത്തിക്കുകയും അതിന് പിന്നാലെ അത് ചെമ്പുപാളിയാവുകയും ചെയ്തു എന്നൊരു ന്യായീകരണം നിരത്തിയപ്പോൾ തന്നെ ചെമ്പുപാളി തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചത് എന്നൊരു മൊഴി ഇതിന്റെ ഉടമ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ ആദ്യഘട്ടത്തിൽ ലഭിക്കുക. അതിനുശേഷമാകും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തെ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുക. റീജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.